ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് എന്ന ഒരൊറ്റ പുസ്തകം കൊണ്ട് തന്നെ വായനക്കാരുടെ മനസ്സ് കവർന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. വാരിക്കുട്ടി അവാർഡുകൾക്ക് കണക്കില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ക്രോസ് വേർഡ് അവാർഡ് തന്നെയാണ്. എങ്കിലും ഏറ്റവും എളിമ കാത്തു സൂക്ഷിക്കുന്ന, വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ള, വളരെ ഹമ്പിൾ ആയിട്ടുള്ള എഴുത്തുകാരനെ നമ്മളോടൊപ്പം ഇന്ന് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. അദ്ദേഹത്തോടൊപ്പം ഈ കോൺവെർസേഷൻ ചെയ്യാൻ അവസരം തന്ന ഓർഗനൈസേഷന് ഞാൻ നന്ദി പറയുകയാണ്. സോ വെൽക്കം സഹാറു ടു ദിസ് ഫംഗ്ഷൻ. ഇതാണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകം. പക്ഷെ ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മലയാളിയാണ്. ശരിക്കും ഈ സെഷൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ വന്ന വഴി എന്നാണ്. അപ്പോൾ ആ വഴി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം കുറച്ച് മുമ്പ് സുധീർ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ അടുത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് അരീക്കോട് എന്നാണ്. ഈ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഉമ്മ അദ്ദേഹം അവർ ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അരീക്കോട് 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 എന്ന് 5 തവണ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് അരീക്കോട് താങ്കളുടെ ഒരു സാഹിത്യ യാത്രയെ സഹായിച്ചത്? താങ്കൾ എത്രമാത്രം ഒരു അരീക്കോടുകാരനാണ്? ഞാന് അരീക്കോട്ടുകാരനാണ്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു വലിയ ഒരു നാടുഭക്തിയോ അല്ലെങ്കിൽ സംസ്ഥാന ഭക്തിയോ രാജ്യഭക്തിയോ ഇങ്ങനെയൊന്നും പ്രത്യേക അമിതമായിട്ടുള്ള ഒരാളല്ല. ഞാൻ കാണുന്ന മനുഷ്യന്മാര് എല്ലാവരും മനുഷ്യാവസ്ഥ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണ്. അത് മലപ്പുറത്തും അരീക്കോടും മറ്റു ജില്ലകളിലും എന്ന പോലെ തന്നെ മനുഷ്യാവസ്ഥ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയാണ്. അത് അരീക്കോടും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രത്യേക നോവലിന്റെ സാഹചര്യത്തിൽ ഞാൻ ഈ നോവലിൽ എഴുതിയപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച വന്നത് ഒരു മുസ്ലിം ലൊക്കാലിറ്റിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ നോവലിന്റെ പ്രമേയം ശരിക്കും വളരെ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു മതേതര തീമാണ്. ആ മതേതര തീം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിലെ വ്യക്തിയും സമുദായവും തമ്മിൽ വളരെ ഒരു ശത്രുതാപരമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. എപ്പോഴും ഒരു സമൂഹം വ്യക്തി സ്വാതന്ത്ര്യത്തെ തുടർച്ചയായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ആ നിയന്ത്രണങ്ങളെ ഭേദിക്കാൻ തനിക്കാവുന്ന വഴിയിൽ ഒരു വ്യക്തി ശ്രമിക്കുന്നു. ഈ സംഘർഷങ്ങൾ പലപ്പോഴും വളരെ സങ്കീർണമായിട്ടുള്ള, നമുക്ക് മാത്രം തദ്ദേശീയമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ 2010-11 കാലഘട്ടത്തിൽ ഈ അരീക്കോട്ട് നിന്നൊരു 10-15 കിലോമീറ്റർ ദൂരെ കൊടിയത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മുക്കം, അത് കോഴിക്കോട് ജില്ലയാണ്. അരീക്കോട് എന്ന് പറഞ്ഞൊരു ബോർഡർ ടൗൺ ആണ്. അപ്പൊ അരീക്കോട് നിന്ന് 2 കിലോമീറ്റർ ദൂരെ പോയാൽ അത് കോഴിക്കോട് ജില്ലയായി. അപ്പൊ അവിടെ ഒരു ഷഹീദ് ബാബ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒരു ആൾക്കൂട്ടം അവീത ബന്ധത്തിന്റെ പേരില് മർദ്ദിക്കുകയും അദ്ദേഹം പിന്നീട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മരിക്കുകയും ചെയ്തു. ഇത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സ്വാധീനിച്ചിട്ടില്ല. കാരണം എനിക്ക് ആ കേസുമായിട്ട് ഈ കേസിന്റെ ഒരു ഡീറ്റെയിൽസോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ ഒരു വിഷയം എന്നിൽ കൂടുതൽ ചിന്തക്ക് കാരണമായി. കാരണം ഒരു വ്യക്തിയും എന്താണ് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് സ്വകാര്യ വ്യക്തികൾ, പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്തോട്ടെ, എന്തായിരുന്നോട്ടെ, അത് പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് സമൂഹത്തിന് ഒരു പ്രാധാന്യം? സമൂഹം എന്തുകൊണ്ട് കടന്നു വരുന്നു? സമൂഹത്തിന്റെ കടന്നു വരാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അടിത്തറയുണ്ടോ, അതോ ശക്തമായിട്ടുള്ള ധാർമ്മിക അടിത്തറയുണ്ട് എന്ന് നടിച്ച് ഒരു ധാർമ്മികത മുന്നോട്ട് വെക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് കാലമായിട്ട് പുസ്തക വായനയിലൂടെയും സ്വന്തം ജീവിതത്തിലൂടെയും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, മനുഷ്യൻ വളരെ കപടത നിറഞ്ഞ ഒരു ജീവിയാണ്. നമ്മുടെ കപടതയിലാണ് മനുഷ്യന്റെ ആരോഗ്യം നടക്കുന്നത്.
അപ്പോൾ സത്യം വിളിച്ചു പറയുന്നത് പലപ്പോഴും നമ്മളെ അപ്രിയരാക്കി മാറ്റുകയും അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മളോട് വിദ്വേഷം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും പലപ്പോഴും. ഈ പുസ്തകങ്ങൾ പലപ്പോഴും ഒരു സത്യം, അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് സാഹിത്യകാരന്മാരും നല്ല സാഹിത്യകാരിമാരും സത്യം വിളിച്ചു പറയാനുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ശ്രമം നടത്തുന്നത്. ട്രൂത്ത് ആസ് എ മോറൽ ഫിലോസഫി. അപ്പൊ ഈ ഫിലിപ്പ് റൈഫ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, പ്രൊഫസർ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ഫ്രോയിഡ് ദ മൈൻഡ് ഓഫ് ദ മോറലിസ്റ്റ്. അദ്ദേഹത്തിന് അതിന്റെ ഒരു പ്രൊഫസറിൽ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രോയിഡ് വാസ് എ മെസ്സഞ്ചർ വിതൗട്ട് എ മെസ്സേജ്. സന്ദേശമില്ലാത്തൊരു സന്ദേശവാഹകനാണ് ഫ്രോയിഡ് എന്ന്. അതുപോലൊക്കെ തന്നെയാണ് ഞാനും സാഹിത്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. സന്ദേശമില്ലാത്തൊരു സന്ദേശവാഹകനാണ്. അത് എങ്ങനെയാണ് സന്ദേശമില്ലാതെ സന്ദേശവാഹകനാകുക എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മനുഷ്യാവസ്ഥയുടെ സങ്കീർണതകളെ രാഷ്ട്രീയ സദാചാര ശരികളെ കാണിക്കുന്നതിൽ നിന്നും അകലം പാലിച്ച് മനുഷ്യാവസ്ഥയെ അതിന്റെ സങ്കീർണാവസ്ഥയിൽ ചിത്രീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സാഹിത്യത്തിനുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റിയ ഒരു കഥയായിട്ട് പെട്ടെന്ന് എനിക്ക് ഈ ഒരു ന്യൂസ്, ഈ ഒരു വാർത്ത, എനിക്ക് 21-22 വയസ്സുള്ളപ്പം സംഭവിച്ച ഒരു സംഭവമാണ്. പക്ഷെ വാർത്ത എന്നിൽ ഒരു പ്രചോദനം അല്ലെങ്കിൽ കാരണം ഉണ്ടാക്കിയിരുന്നിരിക്കാം. പിന്നീട് സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, ഈ പുസ്തകത്തിന്റെ ഒരു സ്ട്രക്ചർ വില്യം ഫോക്നറിന്റെ ആസ് ഐ ലേ ഡൈങ് എന്ന് പറഞ്ഞൊരു നോവലില് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതൊരു 15-16 പേരാണ് ആ നോവലിന്റെ കഥ വർണ്ണിക്കുന്നത്. ആ നോവല് അമേരിക്കൻ സൗത്ത്. അപ്പം ലാർജ്ലി ദ ലിറ്ററേച്ചർ ദാറ്റ് വി റീഡ് അബൌട്ട് അമേരിക്ക കം ഫ്രം പീപ്പിൾ ഹു ആർ north of Mason and Dixon line, which divides the north and south of America. അപ്പൊ കാരണം സൗത്തിലാണ് കൂടുതൽ വംശീയമായിട്ടുള്ള വേർതിരിവും പിന്നീട് പോവർട്ടിയും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. ആ ഭാഗത്ത് നിന്നാണ് വില്യം ഫോക്നർ എഴുതുന്നത്. വില്യം ഫോക്നറിന്റെ ഈ നോവലില് ഒരു അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ മൂത്ത മകനായിട്ടുള്ള ക്യാഷ് ആശാരിയാണ്. അയാള് ഒരു ശവപ്പെട്ടി, അമ്മക്ക് കിടക്കാനുള്ള ശവപ്പെട്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ അത് കാണുന്നുണ്ട്. മക്കളൊക്കെ ചുറ്റുമുണ്ട്. അച്ഛൻ വെറുതെ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട്. ഈ മരിക്കാൻ കിടക്കുന്ന ആന്റി ബ്രണ്ടൻ എന്ന് പറഞ്ഞ മദർ പറയുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ബി ബറീഡ് ഇൻ ജെഫേഴ്സൺ. എന്റെ കുടുംബ സെമിത്തേറി ആയിട്ടുള്ള ജെഫേഴ്സണിൽ എന്നെ അടക്കം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അമ്മ മരിക്കുകയും ചെയ്യുന്നു. പിന്നെ നോവല് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല്, ഈ അമ്മയുടെ ഡെഡ് ബോഡിയും കൊഫിനുമായിട്ട് ഇവര് അമ്മയുടെ കുടുംബ സെമിത്തേറി ആയിട്ടുള്ള ജെഫേഴ്സൺ ടൗണിലോട്ട് നടത്തുന്ന യാത്രയാണ്. ആ യാത്രയിലൂടെ ആ കുടുംബത്തിന്റെ കഥയും ആ യാത്രയിലൂടെ എന്താണ് വെതർ വൈസ് ആയിട്ട് സംഭവിക്കുന്നതെന്നൊക്കെയാണ് നരേറ്റ് ചെയ്യുന്നത്. അപ്പോ ഒരു മൂത്ത മകൾക്ക് ഒരു അബോർഷൻ സാഹചര്യം വരുന്നു. ഒരു മകൻ ഭ്രാന്തായി പോകുന്നു. അവര് റിവർ ക്രോസ് ചെയ്യണം, അവിടെ ഫ്ലഡ് വരുന്നു, ഫയർ വരുന്നു. ദിസ് തീം ഓൾസോ സ്ട്രക്ക് എ കോഡ് വിത്ത് മീ, ആൻഡ് എസ്പെഷ്യലി എ ക്യാരക്ടർ കോൾഡ് ആൻഡി ബ്രണ്ടൻ. ആൻഡി ബ്രണ്ടൻ എന്ന് പറഞ്ഞ ഈ മദർ ഫിഗർ, അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നോവലിന്റെ മധ്യത്തില് അവരൊരു 5 പേജോളം സംസാരിക്കുന്നുണ്ട്. 5 പേർ ഒരു ചാപ്റ്റർ അവരാണ് വർണ്ണിക്കുന്നത്. ആ വർണ്ണിച്ചത് പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. കാരണം അത് ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള രൂപത്തിലല്ല ആ സ്ത്രീ അതിൽ സംസാരിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് മക്കളോട് വലിയ അഗാധമായിട്ടുള്ള സ്നേഹമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. വളരെ പച്ചയായിട്ട് അവരുടെ ജീവിത സാഹചര്യത്തെയും എല്ലാത്തിനോടുള്ള ഒരു അസന്തുഷ്ടിയും വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജിൽ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ വളരെ ആ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ബേസിക്കലി ഒരു അമ്മ ഇന്ത്യയിലായിരിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ, അതേസമയം തന്നെ ഒരു അവിഹിത ബന്ധത്തിന്റെ മേലെ ഉണ്ടാകുന്ന ഒരു കൊലപാതകം, ഇത് രണ്ടും സമന്വയിപ്പിച്ചാണ്ടാണ് ഞാൻ ഈ നോവലിൽ ചിട്ടപ്പെടുത്തിയത്. അത് ഞാൻ പ്രത്യേകിച്ചിട്ട് അരീക്കോട് തന്നെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ഒരു ജോഗ്രഫിക്കൽ മഴ, 1.5 മണിക്കൂർ നോവലും തോരാൻ മഴയാണ്. ഈ മഴയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, മഴ മറ്റ് കാലാവസ്ഥകളെ പോലെയല്ല. മഴയെ നമ്മൾ തുടർച്ചയായിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വെയിലാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കാൻ പറ്റില്ല. കാരണം മഴ വളരെ ഭൗതികമായിട്ടുള്ള ഒരു
സാഹചര്യം. അപ്പം മഴയെ തുടർച്ചയായിട്ട് വർണ്ണിക്കുകയും മഴയെ വർണ്ണിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലാൻഡ്സ്കേപ്പുമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒരു പരിചിതമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് തിരഞ്ഞെടുക്കാൻ എന്നെ നിർബന്ധിപ്പിച്ചു. അതാണ് ഞാൻ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു അരീക്കോട് ഒരു ലാൻഡ്സ്കേപ്പായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതിന് ഞാനൊരു വേറൊരു പേരിട്ട് വിളിച്ചു നിൽക്കും, വൈകാൻ. അപ്പോ അതെ അരീക്കോടിനോട് പ്രത്യേകിച്ചിട്ട്, അരീക്കോട് ഞാൻ അറിയുന്ന നാടാണ്, എൻ്റെ ഭാഷ അരീക്കോടിൻ്റെതാണ്, എൻ്റെ വസ്ത്രധാരണ അരീക്കോടിൻ്റെതാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ വളരെ നല്ല സുഹൃത്തുക്കളൊന്നും അരീക്കോട്ടുകാരല്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സ്വാധീനമുണ്ട്. കുറച്ചു മുമ്പ് മഴയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ നോവല് വായിച്ചിട്ടുള്ളവർക്കും ഇനി വായിക്കാൻ പോകുന്നവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ നോവലിലെ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് മഴ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം എല്ലാ സാഹചര്യത്തിലും ആ മഴ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഈ പുസ്തകം ഒരു ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ബുക്കൊന്നും അല്ല. നമുക്ക് വായിച്ചിട്ട് നല്ല സന്തോഷം തോന്നി പുസ്തകം അടച്ചു വെച്ച് വളരെ ഫിലോസഫിക്കലായിട്ട് മ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ ഈ പുസ്തകത്തിലെ പുസ്തകം വളരെയധികം ഡിസ്റ്റർബിംഗ് ആണെന്ന് ഞാൻ പറയാണ്. പക്ഷേ മഴ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന നിരവധി പുസ്തകങ്ങളില് മഴ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയാറുണ്ട്. അതിനോടൊപ്പം കേരളത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷെ ഈ നോവൽ വായിക്കുമ്പോൾ ഇതിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള അതിന്റെ കഥാതന്തു ആയിട്ടുള്ള സംഭവം നടക്കുന്നത്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചുള്ള ന്യൂസ് വാട്സപ്പിൽ കൂടെ പ്രചരിക്കുന്നു. അതിന്റെ ഫലമായി ഒരു ആൾക്കൂട്ട ഭീകരത നടക്കുന്നു, അതിലൊരാൾ മരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തിനെ പൊതുവിൽ നമ്മൾ കാണുന്ന രീതിയിൽ നിന്നും ഈ നോവൽ വ്യത്യസ്തമായത് എപ്പോഴെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? അതൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടോ? ഇല്ലല്ല, കോൺട്രവേഴ്സി ഉണ്ടാകണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അവൈലബിൾ ആകണം. ഞാൻ അത്ര അവൈലബിൾ ആയിട്ടുള്ള ആളല്ല. പിന്നെ മലയാളിക്ക് ഇത് വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു മലയാളികൾക്ക് ചിലപ്പോൾ കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് ഇതൊരു വലിയ ആകാംക്ഷയായിട്ട് മാറുമായിരുന്നെങ്കിലും നമ്മുടെ കേരളത്തിലെ സെക്ഷൽ പോലീസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോമൺ ആണ്. അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് വളരെ കമ്മ്യൂണിറ്റിക്ക്, വ്യക്തി ജീവിതത്തിന്റെ മേലെ സമുദായത്തിന് വലിയ നിയന്ത്രണമുള്ള എല്ലാ സമൂഹങ്ങളിലും ഇത് വളരെ വ്യാപകമാണ്. അപ്പൊ ഇന്ത്യയിൽ പൊതുവെ വ്യാപകമാണ്. അത് കേരളത്തിന്റെ എല്ലാവിധ പുരോഗമന സ്വഭാവങ്ങളും ഈ വ്യക്തി സ്വാതന്ത്ര്യവും സാമുദായിക നിയന്ത്രണവും എന്നുള്ള വിഷയത്തിലെത്തുമ്പോൾ അത് വളരെയധികം കുറവാണ്. ആ പുരോഗമന സ്വഭാവം എന്നുള്ളത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും അത് വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് കാരണം വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. കാരണം അതിന്റെ കൺവിക്ഷൻ doesn't necessarily stem from my narrative. Its conviction also stems from the fact that it is true. It's very possible in Kerala to get lynched over an extramarital affair. അപ്പോൾ അത് പിന്നെ രണ്ടാമത്തെ കാര്യം തന്നെ കേരളത്തിൽ കൂടുതലായിട്ടും കാണാറുള്ളത് ഓണർ കില്ലിംഗ് ആണ് കൂടുതലും കാണാറുള്ളത്. അപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന്റെ മേലെ ഉള്ള ഒരു മോബ് ലിഞ്ചിങ്ങിനെ കാണാൻ കൂടുതലായിട്ട് ഓണർ കില്ലിംഗ് വളരെ റിക്കറന്റ് ആയിട്ടുള്ള ഒരു നാടാണ് നമ്മളുടേത്. But I don't know what controversy means, by the way, but അല്ല, ഈ നമ്മളിപ്പം നേരത്തെ സൂചിപ്പിക്കേണ്ടായി സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള ഒരു വാർത്തയും വായിക്കില്ല, അതിൻ്റെ കോമൻറ്റ് സെക്ഷൻ മാത്രമാണ് വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കോമൻറ്റ് സെക്ഷനിൽ നിന്ന് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളുടെ മനസ്ഥിതി മനസ്സിലാക്കിയിട്ട് അതൊരു ജനറലൈസ് ചെയ്ത് പുള്ളി ഇപ്പോൾ ഒരു ട്രീറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്ന് നിൽക്കുന്നതായിട്ടുള്ള റീസൺ എന്താണ്? അതിന് എന്ത് സമാധാനമാണ് കിട്ടുന്നത്? അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ അകന്നൊന്നും നിൽക്കുന്നില്ല. അപ്പം നേരം ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങി ഇടക്കിടക്ക് ഫോട്ടോ ഒക്കെ ഇടും.
സോഷ്യൽ മീഡിയ ഈ ടെഡ്മി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ടായിരുന്നു, ഒരു പാവം നല്ല എഴുത്തുകാരനായിരുന്നു. പക്ഷെ പെട്ടെന്ന് മരിച്ചുപോയി, അടുത്ത് മരിച്ചുപോയി. വിചാരിച്ച പോലെ വലിയൊരു എഴുത്തുകാരനായി വളർന്നു വന്നില്ല. പക്ഷെ അങ്ങേര് 90കളിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു, ഇൻഫർമേഷൻ സിക്നെസ്. ഇൻഫർമേഷന്റെ ഒരു ആധിക്യം എന്നല്ല പറയാം. അതെ അത് നാട്ടിലുണ്ട്. അതായത് 1890കളിൽ തന്നെ നമ്മുടെ ഓസ്കർ വൈൽഡ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇറ്റ് ഈസ് സോ സാഡ് ദാറ്റ് ദർ ഈസ് വെരി ലിറ്റിൽ യൂസ്ലെസ് ഇൻഫർമേഷൻ ദീസ് ഡേയ്സ്. ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ കാലത്തില്ല എന്നുള്ളത് വലിയ ദുഃഖമാണ്. എനിക്ക് തോന്നുന്നത് ഇൻഫർമേഷൻ സിക്നസ് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയുടെ അഡ്വന്റോട് കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ സിക്നസും വന്നു ചേർന്നിട്ടുണ്ട്. ആൾക്കാർക്ക് തുടർച്ചയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അഡിക്ഷൻ വന്നു ചേർന്നിട്ടുണ്ട്. ഇതിന് രണ്ടാമത്തതിന്റെ ഒരു കോൺസിക്വൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ എറിക് ഹോഫർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഫിലോസഫർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എന്താണ് ട്രൂ ബിലീവർ എന്ന് പറഞ്ഞത്. ഈ ട്രൂ ബിലീവർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് മാസ് മൂവ്മെന്റിന്റെ സൈക്കോളജിയാണ്. How mass movement is formed, what is the psychological foundations of mass movements, what makes it possible. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യന് സ്നേഹത്തില് ഒറ്റപ്പെട്ട് ജീവിക്കാനും വെറുപ്പില് തുണയെ തേടുകയും ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് അദ്ദേഹം. മാൻ seeks allies in hate, but it does not seek company in love. അപ്പോൾ പ്രണയത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ നമുക്കൊരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞ് എന്തോ ഒരു നല്ല മനുഷ്യനാണ് നമ്മൾ പറഞ്ഞു നടക്കത്തില്ല. നേരെ മറിച്ച് നമുക്കൊരു പെട്ടെന്ന് ഒരാളുടെ ഇഷ്ടക്കേട് തോന്നുന്നുണ്ട്, ആ ഇഷ്ടക്കേടിന് കൂടുതൽ ഒരു പിന്തുണ തേടാൻ മനുഷ്യന് ശ്രമിക്കും. ഇത് സോഷ്യൽ മീഡിയ വളരെയധികം സഹായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു അനിഷ്ടം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യൻ വളരെ ഡൊസൈലായിട്ട് മാറിക്കഴിഞ്ഞു, വളരെ നിർജീവമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ കമന്റുകൾ വഴി മനുഷ്യന് നാട്ടിലുള്ള എന്ത് വിഷയത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു വേദി. അതുകൊണ്ടാണ് എല്ലാവരും ഒരു നരേന്ദ്രമോദിയെ പോലെയൊക്കെയാണ് ഈ പ്രസ്താവനകൾ ഇറക്കുന്നത്. ഈ കമന്റ് സെക്ഷനിലൊക്കെ പോയാൽ, അതായത് ഈ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രത്യാഘാതം നിറഞ്ഞൊരു വ്യക്തിയാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നു. അപ്പോ അത് ഒരു എക്സ്ട്രീം ഫോം ഓഫ് നാർസിസിസം ഒരു തരല്. അതിന്റെ മറ്റൊരു തലം എന്താന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫോം ഓഫ് എ മൂവ് മെന്റാലിറ്റി. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന വളരെ ഹിസ്റ്റോറിക്കലി വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സോഷ്യൽ മീഡിയ. കാരണം ഹൗ ക്യാൻ യു കമ്പൈൻ എക്സ്ട്രീം നാർസിസം ആൻഡ് എക്സ്ട്രീം മൂവ് മെന്റാലിറ്റി? And this is very interesting for a psychologist. How can somebody blunt into this kind of opposing emotions, opposing tendencies? Like narcissism should effectively reject move mentality. നാർസിസം ശരിക്കും മൂവ് മെന്റാലിറ്റി റിജക്റ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ മൂവ് മെന്റാലിറ്റിയും നാർസിസവും ഇത് രണ്ടും എന്താണ്, പരസ്പര പൂരകങ്ങളായിട്ടാണ് സോഷ്യൽ മീഡിയ കാണപ്പെടുന്നത്. അതൊരു എപ്പിക്കാരിക്കസി എന്നൊരു വാക്കുണ്ട് ഒരു ഇംഗ്ലീഷില്, ഷെഡൻ ഫ്രോയിഡ് എന്നും പറയും. അതായത് മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകളിൽ ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഈ ആനന്ദം കണ്ടെത്തുന്നതിന് വലിയൊരു വേദി ഒരുക്കാനും സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ രണ്ടാമത്തെ പുസ്തകം ജൂലൈയിൽ വരാൻ പോകുന്നുണ്ട്, അടുത്ത പുസ്തകം ഞാൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു വലിയൊരു എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലോട്ട് തിരിഞ്ഞു നോക്കാവുന്നതാണ്. കാരണം എൻഡ്ലെസ് ഫോം ഓഫ് ഇൻഫർമേഷൻ, എൻഡ്ലെസ് സ്ട്രീമിംഗ് ഓഫ് ഇൻഫർമേഷൻ. ഇത്രത്തോളം അറിവ്, ഇത്രത്തോളം വിവരം മനുഷ്യന് ആവശ്യമില്ല. ചിക്കൻ ഉണ്ടാക്കേണ്ട 150 രീതി അറിയേണ്ട ആവശ്യമില്ല. കാരണം 150 രീതി നിങ്ങൾ ചിക്കൻ ചെയ്തിട്ട് ഉണ്ടാക്കത്തില്ല. So consumption this is a form of consumption. The people don't understand that they are being controlled by corporate enterprises. MK Ultra എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോണ്ട് ഈ മനുഷ്യന്മാരുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗിന് ഉപയോഗിച്ച് നമ്മുടെ കൺഫെഷൻസ് ഒക്കെ CIA, FBI എന്ത് ചെയ്യും, എലിസിറ്റ് ചെയ്യും.
അത് ലീഗലായിരുന്നു അമേരിക്കയില്. ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ഡ്രഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഡ്രഗ് സോഷ്യൽ മീഡിയ. എല്ലാത്തിനും എല്ലാ അഭിപ്രായങ്ങളും ലോകത്തിന് വേണ്ടി പങ്കുവെക്കേണ്ട ആവശ്യമില്ല. കുറെയൊക്കെ ഇരുന്ന് ഒന്ന് അബ്സോർബ് ചെയ്ത് പ്രോസസ് ചെയ്ത് ചെയ്യാനുള്ളൊരു ഒരു ഒരു ക്ഷമ മനുഷ്യന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് പിന്നെ നമ്മുടെ തന്നെ എഴുത്തുകാരെ പബ്ലിക്കിന്റെ മാത്രം പ്രശ്നമല്ല, എഴുത്തുകാരുടെയും പ്രശ്നമാണ്. എഴുത്തുകാരും സ്വയം സെലിബ്രിറ്റികളായിട്ട് മാറുന്നു. തുടർച്ചയായിട്ട് നമ്മുടെ ഫോട്ടോകൾ ഷെയർ ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ വിഷയത്തെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തുടർച്ചയായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുക. ഇതൊന്നും സാമൂഹ്യ ഒരു പരിഷ്കർത്താവിന്റെ ഒരു ചുമതലയൊന്നും എഴുത്തുകാർക്കില്ല. കാരണം സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജോലി വളരെ വ്യത്യസ്തമാണ്. രാഷ്ട്രീയക്കാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട യാതൊരു എമർജൻസിയും അടിയന്തര സാഹചര്യവും കേരളത്തിലോ ലോകത്തോ ഇല്ല. അപ്പൊ സാഹിത്യ നഷ്ടത്തില് രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ടുള്ള കറക്റ്റ്നെസ് മനുഷ്യന് എഴുത്തുകാര് മുന്നോട്ട് വെക്കുന്നത് വളരെ 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 ക്വാളിറ്റി കുറഞ്ഞ സാഹിത്യത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ പൊതുവിൽ സാഹിത്യകാരന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരൊരു പുസ്തകം എഴുതുന്നു, അത് എങ്ങനെ വായനക്കാർ സ്വീകരിക്കുമെന്ന് ചിന്തിക്കുന്നു, അതിൻ്റെ റിസപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരതിനു വേണ്ടി ഒരുപാട് പ്രൊമോ ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാലും ചിലപ്പോൾ ആദ്യത്തെ പുസ്തകം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. താങ്കളുടെ ആദ്യത്തെ പുസ്തകം തന്നെ ഇത്രയധികം ചലനം ഇന്ത്യൻ സാഹിത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജേണി എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിരുന്നിരിക്കില്ല. തീർച്ചയായും താങ്കളുടെ വായന ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. താങ്കളുടെ അതിനു മുന്നേ ഉള്ള എഴുത്തുകാരുടെ അവരുടെ എഴുതുന്ന സ്റ്റൈല് സ്വാധീനിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഫോക്നർ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു കുട്ടിക്കാലം തൊട്ട് വായിച്ചത്? ഈ എഴുത്തിലോട്ട് വരാനുണ്ടായ ആ ഒരു സാഹചര്യം കൂടെ പറയാമോ? ഞാൻ കുട്ടിക്കാലത്തൊന്നും വായിച്ചിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ ഉമ്മ ഉണ്ട് അവിടെ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉമ്മ പാടത്ത് ഇറങ്ങി ഓടിച്ചൊക്കെ ഇരുന്നു പന്ത് കളിക്കുന്നിടത്തുനിന്ന്. 10ാം ക്ലാസ്സിൽ എത്ര 38% മാർക്ക് ഉണ്ടായിട്ടുള്ളൂ. 240 245 600. അപ്പൊ ഉപ്പ PTA പ്രസിഡന്റ് ആയിരുന്നു സ്കൂളിന്റെ. അങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്. PTA പ്രസിഡന്റ് ഒരു സീറ്റ് കോട്ട ഉണ്ടായിരുന്നു. അങ്ങനെയാണ് +2 അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ +2 ഈ പരീക്ഷയോട് അടുത്ത് എൻ്റെ കൈ മുറിഞ്ഞു. അപ്പം ബെഡ് റിട്ടനായി. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബെഡ് റിട്ടനായി പരീക്ഷയോടനുബന്ധിച്ച്. അപ്പൊ ഈ ലേബർ ഇന്ത്യ വായിച്ച് +2 പരീക്ഷ പാസ്സായി. അങ്ങനെയാണ്. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ വായനയൊക്കെ വളരെ ലേറ്റ് ആയിട്ട് 19-20 വയസ്സായപ്പോഴൊക്കെ തുടങ്ങുന്നു. പിന്നെ ഒരു JNU അഡ്മിഷൻ കിട്ടി MAക്ക്. ഇത് വലിയ 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 സ്വാധീനം ചെലുത്തി. ഞാൻ ജീവിതത്തിൽ അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പിന്നെ അവിടെ പറയുന്ന വിഷയങ്ങളൊക്കെ വളരെ അപരിചിതമായിരുന്നു. എനിക്ക് ജാതി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ജാതിയും നമ്മുടെ നാട്ടിലൊക്കെ ജാതിയും മതവും വേർതിരിച്ച് പറയാതെയാണ് പലപ്പോഴും സംസാരിക്കുക. ഈ JNU എത്തുന്നതോടു കൂടിയാണ് ഈ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പോകുന്നത്. എന്താണ് ജാതി, എന്താണ് ചില വാക്കുകളുടെ അർത്ഥങ്ങൾ, ചില പ്രയോഗങ്ങളുണ്ട്, നമ്മുടെ തെറികളിലുള്ള ജാതി, നമ്മുടെ സൗന്ദര്യ ബോധത്തിലുള്ള ജാതി, നമ്മുടെ നിറബോധം, നമ്മുടെ സൗന്ദര്യബോധം, എല്ലാത്തിലും ഈ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥകൾ വളരെയധികം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിനിമയിലുള്ള നായകന്മാരുടെ നിറം ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ JNU എത്തുമ്പോഴാണ്. അപ്പൊ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സാമൂഹ്യ ചിന്താഗതികളൊക്കെ വളർന്നു വരുന്നത് JNU എന്നാണ്. അത് പക്ഷെ ഞാൻ JNU ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു എൻ്റെ വിഷയം. ഞാൻ അത് വായിക്കാറില്ലായിരുന്നു. ഞാൻ വെറുതെ സാഹിത്യം വായിച്ചിരിക്കുന്നു. കുറെ പുസ്തകങ്ങളും കണ്ടിട്ടുണ്ട്. പല പുസ്തക ഷോപ്പുകളിലൊക്കെ പോയി ലൈബ്രറിയിൽ കണ്ടിട്ടുണ്ട്. പുസ്തകങ്ങളെ കട്ടൊക്കെ എടുത്ത് കുറെ വീട്ടിലിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ അവിടെ PhDക്ക് ജോയിൻ ചെയ്തു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഉപേക്ഷിച്ചു. കാരണം സാഹിത്യം ഭയങ്കര ഒരു വലിയൊരു സാഹിത്യകാരനാകണം എന്നുള്ളൊരു ബോധത്തോടു കൂടി ഈ പണി എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഫുട് നോട്ട് എഴുതണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം 2014 മുതൽ 2024 വരെ ഗസ്റ്റ് ലെക്ചർ റൈറ്ററായിരുന്നു കേരളത്തിൽ ജോലി ചെയ്തിരുന്നത്.
ഒരു പണിയുടെ സുഗന്ധം എന്ന് പറഞ്ഞാൽ 4 മണിയോട് കൂടി വീട്ടിലെത്തും. പിന്നെ നമുക്ക് നമ്മളുടെ ജോലി ചെയ്യാം. ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും, കോളേജിൽ പോകുന്നത് വരെ എഴുതും, വൈകുന്നേരം തിരിച്ചു വന്നാലും അത് ചെയ്യും. മറ്റ് ബാധ്യതകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാഹിത്യത്തിന് വേണ്ടി മാത്രം ഞാൻ 3 നോവൽ എഴുതി. ആദ്യം ഈ 3 നോവലും ആരും പബ്ലിഷ് ചെയ്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പേരൊക്കെ മാറ്റി സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ സബ്മിറ്റ് ചെയ്ത അവൻ വീണ്ടും ഒരു നോവലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അവന്മാർക്ക് അറിയും. അപ്പൊ ഞാൻ പേരൊക്കെ മാറ്റി എഴുതുന്നത്. പിന്നെ 2019 ഇത് എഴുതി ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ അത് 2020 ആയപ്പോൾ കോവിഡ് വന്നു. അപ്പൊ അതിന്റെ പബ്ലിക്കേഷൻ 2024 വരെ നീണ്ടു പോയി. പക്ഷെ കൺസിസ്റ്റന്റ് എപ്പോഴും എഴുതിയിട്ടുണ്ട്. 2014 മുതൽ, അതിന്റെ മുമ്പ് എഴുതാറുണ്ടായിരുന്നു. പക്ഷെ 2014 മുതൽ തുടർച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. മോശം നോവൽ എഴുതിയാണ് നല്ല നോവൽ എഴുതുന്നത്. ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താന്ന് പറഞ്ഞാൽ ഈ മോശം നോവലൊന്നും പബ്ലിഷ് ആയി കിട്ടിയില്ല. ശരി. അപ്പൊ ഇതിന് മുന്നേ എഴുതിയൊന്നും പബ്ലിഷ് ആയിട്ടില്ല? ഇല്ല, ഇതിന്റെ ആദ്യത്തെ നോവലാണ്. അല്ല, അപ്പോ ഈ പുസ്തകം പബ്ലിക്കേഷൻ കഴിഞ്ഞ അതിന്റെ ഉള്ള ഇനിഷ്യൽ റിസപ്ഷൻ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നല്ലോ. അപ്പൊ ഈ ഒരു യാത്രയെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഒന്നും ചിന്തിക്കാറൊന്നുമില്ല. ഇല്ല. അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഭയങ്കര അതിശയോക്തിയുള്ള ഒരാളൊന്നുമല്ല. ഈ നോവലിന്റെ ഞാൻ കോളേജില് ജെൻഡറിനെ കുറിച്ച് ഒരുപാട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണ്. നമുക്ക് സിലബസിൽ തന്നെ ഉണ്ട്. ജെൻഡർ പാരിറ്റിക്ക് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ നോവലിന്റെ തുടക്കത്തില് ചെയ്യുന്ന ജോലികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനത് എനിക്ക് തോന്നുന്നു ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടെന്ന്. അതെന്ന് പറയുന്നത് ഒരു ടിപ്പിക്കലി ഒരു ലേഡി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആണ്. എങ്ങനെയാണ് അതൊരു മെയിൽ പെർസ്പെക്റ്റീവ് എന്ന് നോക്കി കാണുന്നത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എനിക്ക് നോവലിന്റെ ഇടയിൽ നമ്മുടെ ഫണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഗേൾ പറയുന്നുണ്ട്, എന്താണ് ഒരു ഉപ്പ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒന്നിലും ഇടപെടാൻ സമ്മതിക്കുന്നില്ല. എന്താണ് ഒരു ആ യൂസേജ് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ടൊമാറ്റോ പ്ലാന്റിന് എങ്ങനെയാണ് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെയാണ് ഉപ്പ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ജെൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നോക്കി കാണുന്നത്? അത് എത്ര ഗംഭീരമായിട്ട് ഈ പുസ്തകത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. ഇത്തരം വാക്കുകളിലൂടെ ചിന്തിക്കുന്ന ആളല്ല ഞാൻ ബേസിക്കലി ഒരു വീടിനെ നോക്കി കാണുമ്പോൾ അതില് വീടിന്റെ വീട് എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ ജീർണതയിലാണ് വീട് നിലനിൽക്കുന്നത്. അത് അങ്ങനെയാണ് ഞാൻ നോക്കി കാണുന്നത്. ഞാൻ പ്രത്യേകിച്ചിട്ട് ഈ മുസ്ലിം, ഹിന്ദു ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. സ്ത്രീ, പുരുഷൻ, ഞാൻ മനുഷ്യാവസ്ഥ. അപ്പൊ അതിന്റെ 2ാമത്തെ നോവല് ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോ അതില് സ്ത്രീ കഥാപാത്രങ്ങൾ ആദ്യത്തെ അത്ര നന്നായിട്ടില്ല എന്ന് ആരോ പറഞ്ഞു. പക്ഷെ അതിന്റെ 2ാമത്തെ നോവലിന്റെ എന്റെ പ്രമേയം ആണെന്ന്. അപ്പോ അതിന് സബ്സർവ് ചെയ്യാനായിരിക്കും ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഞാനൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരാൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഈ നോവലിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയിലൂടെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2 അമ്മ കഥാപാത്രങ്ങൾ ഉണ്ടാവും നോവലില്. ഒന്ന് നബീസുമയും ഒന്ന് 2 റെഹാനയും. ഇവര് 2 പേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള അമ്മ ജീവിതങ്ങളാണ് ജീവിക്കുന്നത്. ഒരാള് വിശ്രമരഹിതയാണ് നബീസുമ. റെഹാന ഒരു ഘട്ടത്തിന് ശേഷം വിശ്രമത്തിലാണ്. നബീസുമ്മക്ക് ആനന്ദം എന്നുള്ള ഒരു ചിന്ത വന്നു ചേർന്നിട്ടില്ല. ഒരു ആനന്ദം അവർ പരിതപിക്കുന്നുണ്ടെങ്കിൽ പോലും ആനന്ദം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് അവരുടെ മോണോലോഗുകളിൽ കാണാൻ കഴിയില്ല. പക്ഷെ റെഹാന ഒരു ബോഡിലി പ്ലഷർ വളരെ അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഘടകം, ഈ റെഹാന വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. കാരണം ഒരു വളരെ വർണ്ണബോധമുള്ള, നിറബോധമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാക്കയെ പോലെ കറുത്തവനാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാനുള്ള ഒരു കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മള് വളരെ നിറബോധമുള്ള ഒരു സമൂഹമാണ്. നമ്മളിങ്ങനെ പറയും, മറ്റേ കറുപ്പിന് 7 അഴക്. നമുക്കറിയാം കറുപ്പിന് 7 അഴകൊന്നുമില്ല. കറുപ്പിന്റെ അഴകാണ്. കറുപ്പിന് പ്രത്യേകിച്ചിട്ട് അങ്ങനെ നമ്മള് ഒരു നിറത്തിനെ പൊക്കി കാണിക്കേണ്ട ആവശ്യമില്ല.
അതൊരു മറ്റൊരു നിറമാണ്. പല നിറങ്ങളുണ്ട്, കറുപ്പുണ്ടാവും, ചിലപ്പോൾ ബ്രൗൺ ഉണ്ടാവും. നോർത്ത് ഇന്ത്യ പോയ വീറ്റ് ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞ കളറൊക്കെ കേൾക്കാം, ഭയങ്കര പ്രത്യേക കളറുകളാണ്. ബ്രൗൺ ആണെന്ന് അംഗീകരിക്കാനും മടിയാണ്. അപ്പൊ അമേരിക്കയിൽ എത്തിയാലേ ബ്രൗൺ എന്ന് വിളിക്കുള്ളൂ, ഇവിടെ അവര് വീറ്റ് ടിഷ്യൂ എന്നാ വിളിക്കുക, ഗോതമ്പ് കളറുള്ള. അപ്പൊ ഈ വർണ്ണബോധമുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാവരിലും ഒരു വർണ്ണബോധം ഉണ്ടാകും. ആ സൗന്ദര്യ നിർമ്മിതി വർണ്ണബോധവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റെയ്ഹാനയിലും ആ ഒരു ബോധമുണ്ട്. അതിന്റെ ഭർത്താവ് അവരെ വിവാഹം കഴിക്കുന്നത് അവർ വെളുത്തതായതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ്. എന്ത് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു കറുത്ത നിറമുള്ള ഒരാണ് മറ്റേ വെളുത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് വളരെ ടിപ്പിക്കലാണ് കേരളത്തിൽ. അത്തരം ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള റോളാണ് ഞാൻ അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നബീസുമയും റെയ്ഹാനയും തമ്മിൽ അവര് തന്നെ പരസ്പരം അവർ ഇഷ്ടപ്പെടുന്നില്ല. നബീസുമ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് നബി റെയ്ഹാന ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോ ഈ ഒരു മൊണോലിത്തിക് ആയിട്ടുള്ള ഒരു മദർഹുഡിനെ ഞാൻ അതിൽ സൃഷ്ടിച്ചിട്ടില്ല. ബേസിക്കലി എവറി മദർ ഈസ് ഡിഫറെന്റ്. ഈവൻ ദോ സഫറിംഗ് സീംസ് ക്വൈറ്റ് യൂണിവേഴ്സൽ ഇൻ ഇന്ത്യ. മറ്റേ നമ്മുടെ ടോൾസ്റ്റോയ് പറയുന്ന മാതിരി എല്ലാ സന്തോഷ കുടുംബങ്ങളും ഒരേപോലെയാണ്, എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളും അതിൻ്റെതായിട്ടുള്ള രൂപത്തിലാണ് അസന്തുഷ്ടരുന്നത്. അപ്പൊ മദർഹുഡ് ഓൾസോ ഈസ് ഡിസ്റ്റിങ്ക്ട്. എല്ലാ മദർഹുഡും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹാർഡ്ഷിപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്. നേരത്തെ മുമ്പൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഈ ആദ്യത്തെ സെന്റൻസ് അയാൾ എനിക്ക് 5 മക്കളെ തന്നു, പിന്നെ ലോകം സൃഷ്ടിച്ച പോലെ ദൈവത്തെ പോലെ വിശ്രമിച്ചു എന്ന് പറഞ്ഞു. അത് നബീസുമ്മയുടെ സത്യമാണ്. എപ്പോഴും ഈ സാഹിത്യ സത്യങ്ങൾ സാഹിത്യത്തിന്റെ പുസ്തകത്തിന്റെ സത്യങ്ങളാണ്. അതൊരു ജനറൽ ട്രൂത്ത് ആയിട്ട് വ്യാഖ്യാനിക്കുന്നത് വളരെ അബദ്ധ ജടിലമായിട്ടുള്ള ഒരു നിരൂപകമാണ്. അത് പലപ്പോഴും ഞാൻ തുടർച്ചയായിട്ട് കണ്ടുവരുന്നുണ്ട്. സാഹിത്യ സത്യം നമുക്ക് ഭൂമിയിൽ എന്തിനെ കുറിച്ച് ഏത് രൂപത്തിൽ എഴുതാം, എന്തിനെ കുറിച്ച് ഏത് രൂപത്തിൽ എഴുതാം, അതൊരു ജനറൽ ട്രെൻഡ് അല്ല. അത് ആ സാഹിത്യ സാഹചര്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സെന്റൻസിന്റെ സത്യമാണ്, ആ ക്യാരക്ടറിന്റെ സത്യമാണ്. നബീസുമ്മയുടെ സത്യം റെയ്ഹാനയുടെ സത്യമല്ല. അവരുടെ രണ്ടുപേരുടെയും സത്യം പഞ്ചമിയുടെ സത്യമല്ല. കാരണം പഞ്ചമിയുടെ വീട്ടിൽ നോക്കുമ്പോൾ കുറെ കൂടി ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് രണ്ടുപേരും തമ്മിലുള്ളത്. അപ്പോ ഈ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു ഇന്ന് ഞാന് മറ്റേ ഒരു സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ നാളെ ഞാന് മറ്റേ നിറബോധത്തെ കുറിച്ച് എഴുതാം, ഇങ്ങനെയുള്ള ഒരു പർപ്പസ് വെച്ചുകൊണ്ട് എഴുതുന്ന ഒരാളല്ല ഞാൻ. ഈ കഥയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ വാലസ് സ്റ്റീവൻസിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ്. വാലസ് സ്റ്റീവൻസിന്റെ ഒരു ബുക്ക് ഓഫ് എസ്സേസ് ഉണ്ട്. അതിന്റെ ആദ്യത്തെ എസ്സേ ദ നോബിൾ റൈഡർ ആൻഡ് ദ സൗണ്ട് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞ എസ്സേയിൽ അങ്ങേര് പറയുന്നുണ്ട്, there is a difference between thinking in poetry and thinking through poetry. കവിതയിൽ ചിന്തിക്കുന്നതും കവിതയിലൂടെ ചിന്തിക്കുന്നതും തമ്മിലൊരു വ്യത്യാസം പുള്ളി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അത് പുള്ളി സ്വാഭാവികമായിട്ടും പറയുന്നത് കവിതയിലാണ് ചിന്തിക്കേണ്ടത്, കവിതയിലൂടെ ചിന്തിക്കരുത്. കാരണം കവിതയിലൂടെ ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കവിതയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കഥയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. കഥയിലൂടെ മറ്റാവശ്യങ്ങളിലോട്ട് കഥയെ മറ്റൊന്നിനുള്ള മാധ്യമമാക്കി മാറ്റാറില്ല. കഥയുടെ തന്നെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം നിർവഹിക്കണം. ആ നിർവഹണത്തിന് കഥാകാരനും കഥാകാരിയും ആരാന്ന് വെച്ചാല് അവര് രാഷ്ട്രീയ ശരികേടും സദാചാര മൂല്യനിർമ്മാണവും ഒഴിവാക്കി ആ കഥയുടെ ക്യാരക്ടേഴ്സിന്റെ കഥാപാത്രങ്ങളുടെ സത്യത്തിൽ വർണ്ണിക്കാൻ തയ്യാറായിരിക്കണം. അത് തയ്യാറാകുക മാത്രം പോരാ, ഭാഷക്ക് നൂതനത നൽകുകയും കൊണ്ടുവരണം. ഭാഷയെ തുടർച്ചയായിട്ട് പുനർനിർമ്മിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം സാഹിത്യകാരനും സാഹിത്യകാരന്മാർക്കും ഉണ്ട്. ഇത് രണ്ടും ആണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അതുകൊണ്ടാണ് ഈ നോവലിലെ ഒരു ഓരോ കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ എഴുതിയിരിക്കുന്നത്. നമ്മള് ഇപ്പൊ നബീസുമ്മയുടെ ഇത് വെച്ചാണ് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇതേ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ. അപ്പൊ ശരിക്കും ഈ പുസ്തകത്തിലെ ഹീറോ ആയിരുന്നോ ഹീറോയിൻ ആയിരുന്നോ ഒന്നും നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതിയിരിക്കുന്ന റീസണും അതാണോ?
ഒരു പ്രധാന കാരണം ഈ ജനക്കൂട്ടത്തെ വർണ്ണിക്കാൻ ഏറ്റവും നല്ലത് മൾട്ടിപ്പിൾ പേഴ്സൺ നരേറ്റീവാണ്. കാരണം ജനക്കൂട്ടത്തിൽ വന്നു ചേരുന്ന ജനക്കൂട്ടത്തിന്റെ ഭാഗമാകുന്ന വ്യക്തികള് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാരണങ്ങൾ വഴിയായിരിക്കും അവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് പല കഥാപാത്രങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ ഒരു വിഷയത്തിന് തന്നെ പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ പല സമയങ്ങളിലും പല ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചിട്ടുള്ള അപ്പൊ സാദിഖിനെയും ബുർഹാനെ കുറിച്ചും ഒന്നും അതിലില്ല. അപ്പൊ സാദിഖ് റെയ്ഹാനയുടെ ഹസ്ബൻഡാണ്. അപ്പൊ അതില് ഈ സാദിഖ് ശരിക്കും സംസാരിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ റെയ്ഹാനയുടെ ആ ഒരു വിക്ടിം സ്റ്റാറ്റസ് അത് നഷ്ടപ്പെടും. കാരണം റെയ്ഹാനയെ കുറിച്ച് സാദിഖ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും റെയ്ഹാന വളർന്നു വരിക. അപ്പൊ ഞാൻ അവരെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ച പ്രത്യേക സാഹചര്യത്തിൽ നിന്നും അവര് അകന്ന് പോകും. സാദിഖ് അവരുടെ ഭർത്താവ് സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് ബുർഹാൻ വിക്ടിം. ഈ നോവലില് കൊല്ലപ്പെടുന്ന വ്യക്തി ഒരിക്കലും ഒരു ഘട്ടത്തിലും സംസാരിക്കുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മള് ഈ സാഹിത്യത്തിൽ എപ്പോഴും ഞാൻ കാണുന്ന ഒരു പ്രധാന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ നമുക്ക് ആ വ്യക്തിയുടെ സത്യത്തിൽ ചിത്രീകരിക്കാൻ വർണ്ണിക്കാനുള്ള ഒരു ശേഷി എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ വേണം. അപ്പോ നമ്മുടെ കഥയുടെ സങ്കീർണത നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്തെന്ന് പറഞ്ഞാല് ഒരു ഇരയെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. ഇര സംസാരിക്കുമ്പോൾ പെർസ്പെക്റ്റീവ് മുഴുവൻ മാറും. എപ്പോഴും ഒരു വളരെ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തെ പഠിക്കാൻ ഏറ്റവും നല്ലത് കുറ്റക്കാരിലൂടെ. പിന്നെ രണ്ടാമത് നോവലും കുറ്റക്കാരന്റെ പഠനമാണ്. ഇരകളെ കുറിച്ച് എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇരകൾ എപ്പോഴും സെന്റിമെന്റലാണ്. ഈ സെന്റിമെന്റാലിറ്റി വലിയൊരു അപകടമാണ്. ഈ നമ്മള് പലപ്പോഴും സിനിമയെ കുറിച്ചൊക്കെ നമ്മള് പറയുന്ന വാത്സല്യം ഭയങ്കര പടം. വാത്സല്യം എന്താ പറഞ്ഞാൽ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല എന്നാ പറയാം. കരയിപ്പിക്കുന്നതല്ല കലയുടെ ചുമതല. കല പൊട്ടിച്ചിരിപ്പിക്കണം. കരയിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കരയിപ്പിക്കാൻ മനുഷ്യന് വലിയ ഞാൻ പറഞ്ഞ പോലെ ഇരയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങി നമുക്ക് ഇരയെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു കണക്ഷൻ വളരെ ദുർബലനായിട്ടുള്ള ഒരു വായനക്കാരനോ വായനക്കാരിയോ നമുക്ക് അപ്പീൽ ചെയ്യാൻ കഴിയും. അപ്പൊ ഒരു കലാകാരൻ എപ്പോഴും ഒരു സങ്കീർണത ഏറ്റെടുക്കാനുള്ള ആർജവം വേണം. അത് സത്യത്തെ ഉപേക്ഷിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കഥാപാത്രത്തെ അല്ലെങ്കിൽ കഥയെ അതില് ഏറ്റവും അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഅപ്പീലിംഗ് ആയിട്ടുള്ള കഥാപാത്രത്തിലൂടെ നമ്മൾ കഥയെ വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതാണ് ഞാൻ ഈ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. ഈ നോവൽ ഒരു വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ ഹ്യൂമൻ ഇമോഷൻസ് സത്യത്തിൽ ഈ പുസ്തകം ഞാനൊരു ബുക്ക് സ്റ്റോറിൽ നിന്ന് എടുത്ത് ആദ്യമായിട്ട് വായിക്കുമ്പോൾ അതിന്റെ ഇൻട്രോ പാർട്ടൊക്കെ വായിച്ച സമയത്ത് ഇതൊരു ഫാമിലി ഡൈനാമിക്സ് ആണെന്നാണ് വിചാരിച്ചത്. ഒരു കുടുംബത്തിലെ ഒരു അരീക്കോടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടൊക്കെ ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു വയലന്റ് സ്വഭാവം. അപ്പൊ ഇപ്പൊ ഒരുപാട് നെറേറ്റീവ്സ് വരുന്നുണ്ടല്ലോ. യുവാക്കളെല്ലാം വയലന്റ് ആവുന്നു, മാർക്കോ സിനിമ കണ്ട് നശിക്കുന്നു, എന്തിനാണ് ഫിലിമിൽ ഇത്രയും വയലൻസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൽ വരെ അത് പറയുന്നുണ്ട്. അപ്പോ ഈ ബുക്സിലെയും ഫിലിംസിലെയും വയലൻസിനെ കുറിച്ചും അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് ചൂണ്ടിക്കാണിക്കുന്ന പലരും ഓസ്കാർ വൈൽഡ് പണ്ട് പറഞ്ഞിരുന്നു, ജീവിതം കലയെ അനുകരിക്കുന്നു. ഈ കലയിലെ പലപ്പോഴും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ സിനിമകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമകളൊന്നും അത്ര വലിയൊരു കലയൊന്നല്ല. ഞാൻ പച്ചക്ക് പറഞ്ഞാൽ അത് just very incompetent film making. Just because something is successful doesn't mean that it's good. A lot of the time it's a commercial enterprise and it gets successful in one way or the other. So നമ്മൾ ഈ കലയായിട്ട് പറയുന്നത് നല്ല കലയും മോശം കലയും നമ്മൾ വേർതിരിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരണം. രണ്ട്, ഈ ദുഃഖകരമായിട്ടുള്ള കവിത വായിച്ചിട്ടോ സോങ് കേട്ടിട്ടോ നമ്മൾ കൂടുതൽ ദുഃഖിക്കപ്പെടുന്നില്ല. അങ്ങനെ ആകുന്നില്ല. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പൊ കല ശരിക്ക് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും കല കണ്ടിട്ട് ഒരാള് ആക്രമിയാകുന്നുണ്ട് എന്നുള്ളത്. ഈ സിഗരറ്റ് ഒക്കെ വലിക്കുമായിരുന്നു. ഈ പണ്ട് സിനിമാ നടന്മാര്
വലിക്കുന്നത് കണ്ട് നമ്മൾ സിനിമാ നടന്മാരെന്നല്ല, നമ്മുടെ നാട്ടില് നമ്മള് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ ബഹുമാനിക്കുന്ന ഏതെങ്കിലും വ്യക്തിയൊക്കെ സിഗരറ്റ് വലിക്കുന്ന കണ്ടാൽ നമ്മളത് വലിച്ചു നോക്കും. ഇതിനൊക്കെ ഒരു ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് പൊതു തത്വമാക്കി മാറ്റുമ്പോൾ അത് വലിയ ഒരു സദാചാര ഒരു ബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ചർച്ചകളൊന്നും ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെ ഉണ്ടായിട്ടില്ല. അപ്പം പ്രേം നസീറിന്റെ കാലത്ത് പ്രണയം അക്രമമൊന്നുമില്ലാത്ത നല്ല പ്രണയമായിരുന്നു. കേരളത്തിൽ അങ്ങനെ അക്രമമില്ലാത്ത വലിയ പ്രണയങ്ങൾ വന്നിട്ടുണ്ടല്ല. ഇവര് സമാധാനം എന്ന് പറഞ്ഞ സിനിമ സൃഷ്ടിച്ച അവര് അപ്പൊ പറയുന്നത് അവാർഡ് സിനിമയാന്ന് പറയും. മനസ്സിലായോ? അപ്പോ ഇതൊരു കേരളത്തിന്റെ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാല്, കേരളത്തിന്റെ ക്രൈസിസ് എന്താന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹത്തിന് അതിനെ ലംഘിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവത്വമാണ്. ആ ലംഘനം പലപ്പോഴും സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നില്ല. പക്ഷെ ആ ശ്രമത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നവര് തങ്ങളുടെ നിയന്ത്രണത്തിന്റെ ശക്തിയെ ഒരു തുണ്ട് പോലും വിമർശിക്കുന്നില്ല, സ്വയം വിമർശനത്തിന് വിധേയമാക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്. അത് ഈ ഡ്രഗിന്റെ കാര്യത്തിലും നല്ലത്. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹം വ്യക്തിയെ തുടർച്ചയായിട്ട് നിയന്ത്രിച്ച് യാതൊരു സ്വാതന്ത്ര്യം അനുവദിക്കാത്തൊരു സമൂഹമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നോവലിസ്റ്റ് ആയത് ഞാൻ JNU പോയതുകൊണ്ടാണ്. എനിക്കങ്ങനെ ഒരു ചിന്താ സ്വാതന്ത്ര്യം വന്നു ചേർന്നതും JNU പോയതുകൊണ്ടാണ്. എനിക്കെന്റെ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം ഒരു സാമൂഹ്യ വിമർശന ബോധം വന്നു ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ വലിയ ഉന്നത വിദ്യാഭ്യാസ മേഖല എയ്ഡഡ് മേഖലയിലാണ്. ഈ എയ്ഡഡ് മേഖല എന്ന് പറഞ്ഞാല് റിസർവേഷൻ ഇല്ലാത്ത മേഖലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിസർവേഷൻ കൊണ്ടൊരു ബെനിഫിറ്റ് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. കേരളത്തിൽ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ആണ്, റിസർവേഷന്റെ പുറത്താണ്. ഈ ഔട്ട്സൈഡ് ആയതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു മുസ്ലിം സ്കൂളിൽ അല്ലെങ്കിൽ SNDP കോളേജിലോ അല്ലെങ്കിൽ നായർ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിലോ ചെന്നാല് നിങ്ങളുടെ അധ്യാപികമാരൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അത് തന്നെ വലിയ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നേരെ എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ അപകടം എന്താന്ന് പറഞ്ഞാല്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതോടുകൂടി കേരളത്തിന്റെ മതേതര അല്ലെങ്കിൽ ബഹുജാതി ബഹുമത വിഭാഗങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള അവസരം നൽകുന്ന ഗവൺമെന്റ് കോളേജുകൾ നൽകുന്ന അവസരം ഇല്ലാതെയാവും. കാരണം ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി സെക്ടറാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ എന്തിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. എന്തിനെ കുറിച്ച് പറഞ്ഞു? ഞാൻ ഇത് ചോദിക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് കേരളത്തിലെ മറ്റേ അതെ ബേസിക്കലി ദിസ് ക്രൈസിസ് ബൗണ്ട് ടു ഹാപ്പൻ. ഇത് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന ഒരു സംഘർഷമല്ല. വ്യക്തി തുടർച്ചയായിട്ട് സമൂഹമായിട്ട് കലഹിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ മാത്രമേ സ്വതന്ത്ര ചിന്ത വളർന്നു വരൂ. അല്ലെങ്കിൽ പുസ്തകം വയലന്റ് ആണെന്നുള്ളത് ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇതുവരെ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വയലന്റ് കോൺട്രവേഴ്സി ആയിട്ടും ചർച്ച ചെയ്യുന്നില്ല. ബേസിക്കലി ഇതൊരു ഭയങ്കര തമാശ നിറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു സിനിമ കാണാന്ന്, ശരിക്കും സിനിമ ഇപ്പൊ നമ്മളൊരു ക്രൈം മൂവി കാണാന്ന്, നമ്മള് ബേസിക്കലി വാട്ട് ഈസ് ദ ത്രിൽ ഓഫ് വാച്ചിങ് എ ക്രൈം മൂവി? എപ്പോഴെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ നമ്മള് എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളെ കൊലപാതകം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആരെ കൊല്ലും എന്നുള്ള അല്ലെങ്കിൽ കൊന്നത് ആരാണെന്നുള്ള ഈ ഒരു ക്യൂരിയോസിറ്റി, ഈ ഒരു ആകാംക്ഷ ശരിക്കും എവിടുന്ന് വരുന്നതാണ്? ഈ ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. ഈ ആകാംക്ഷക്ക് പ്രത്യേകിച്ചിട്ടൊരു സദാചാരമായിട്ടുള്ള യാതൊരുവിധ അടിസ്ഥാനവും നമുക്ക് നൽകാൻ കഴിയില്ല, വിശദീകരണവും നൽകാൻ കഴിയില്ല. നമ്മൾ ബേസിക്കലി മാൻ ഈസ് എ വെരി വയലന്റ് ആനിമൽ. മനുഷ്യൻ വളരെ വയലന്റ് ആയിട്ടുള്ള ആനിമലാണ്. മറ്റേ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമ്മുടെ ജൂത കൂട്ടക്കൊലയില് പലപ്പോഴും ഈ ജൂതര് കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കുറെ അധികം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വസ്ത്രങ്ങൾ, അതായത് ഇവരുടെ അണ്ടർവെയറുകൾ വിൽക്കുന്ന മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു.
എവിടെ ഈസ്റ്റേൺ യൂറോപ്പിൽ. അതായത് 10-60 ലക്ഷം പേര് കൊന്നു കഴിഞ്ഞിട്ട് അവരുടെ അണ്ടർവെയറുകൾ വിൽക്കുന്ന മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. അത്രത്തോളം നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ഏത് ഘട്ടത്തിലാണ് മനുഷ്യൻ വയലന്റ് അല്ല എന്ന് നമ്മൾ പറയുന്നത്? സിനിമ ഉണ്ടാകുന്നതിന്റെ മുന്നല്ലേ മറ്റേ ഈ വയലൻസ് ഒക്കെ നടന്നിട്ടുള്ളത്? നമ്മളുടെ ജനോസൈഡ് ഇപ്പൊ ഒരു ജനോസൈഡ് ഗാസയിൽ നടക്കുന്നത്, പക്ഷെ അതിന് മുമ്പുള്ള ജനോസൈഡുകൾ എടുത്താൽ ഇത് ജനോസൈഡുകളൊക്കെ നടക്കുന്നത് സിനിമ കണ്ടിട്ടാണ് അല്ലേ? ഈവൻ ദോ ഐ തിങ്ക് സിനിമ ഈസ് എക്സ്ട്രീംലി ഇൻഫ്ലുവൻഷ്യൽ. സിനിമ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയയാണ്. അല്ല, ഇപ്പൊ എപ്പോഴെങ്കിലും ഈ പുസ്തകത്തിനെ ഫിലിം ആക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സീരീസ് ആക്കണമെന്നൊക്കെ ഉള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെ പലരും പറയുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ കേട്ട് വന്നാല് കുറച്ച് കാശ് കിട്ടും. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വളരെ സൗമ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ ഞാനൊരു ലാംഗ്വേജ് ടീച്ചറാണ്. അപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ നോവലിന്റെ ലാംഗ്വേജ് ആണ്. അതിലെ ഡിസ്ക്രിപ്ഷൻസ് ആണ്, എസ്പെഷ്യലി നേച്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ആവട്ടെ, ആൾക്കാരെ ഓരോ കാര്യങ്ങൾ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ആവട്ടെ, അതുപോലെ ഇതിനകത്തുള്ള കോൺവെർസേഷൻസ്, ഡയലോഗ്സ്, പിന്നെ ചില യൂസേജസ് നമ്മളൊരു ലാംഗ്വേജ് ടീച്ചറിന്റെ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് എൻകറേജ് ചെയ്യാത്ത. ഉദാഹരണത്തിന് റോങ്ങസ്റ്റ് മൊറാലിറ്റി എന്ന് ഒരിടത്ത് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ അത് യൂസേജ് ഇല്ല. അതുപോലെ അറബി ടീച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്, അറബിക്കിന് പകരം. ഈ ലാംഗ്വേജിലുള്ള ഇന്നോവേഷൻസ്, നേരത്തെ താങ്കൾ സൂചിപ്പിക്കേണ്ട ഭാഷയെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് പരുവപ്പെടുത്തിയെടുക്കണം, നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ. ഈ ഇത്രയും നല്ലൊരു ഭാഷ, ഈ ഇത്രയും നല്ലൊരു എന്താണ് പറയുന്നത്, ഒരു ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് ലാംഗ്വേജ്, അത് എങ്ങനെ സാധിക്കുന്നു, അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? ഭാഷ രണ്ട് മൂന്ന് നോവലൊക്കെ എഴുതി പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു സ്റ്റൈല് വന്നു ചെയ്തു. സ്റ്റൈൽ ഇസ് ജസ്റ്റ് അനദർ നെയിം ഓഫ് സ്പിരിറ്റ് എന്നാണ് നബോക്കോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഓസ്കാർ വൈൽഡും പറഞ്ഞിട്ടുള്ളത്. സ്റ്റൈല് പലപ്പോഴും നമ്മൾ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ പുസ്തകം ചട്ടയുടെ, എനിക്ക് ആ പുസ്തകത്തിന് ചട്ട ഇല്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും ഈ പുസ്തകക്കാരാണ് എഴുതിയത്. കാരണം സ്റ്റൈല് വളരെ വളരെ ഇഡിയോസിൻക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് വളരെ റെക്കഗ്നൈസബിൾ ആണ്. ഒരു നല്ല എഴുത്തുകാർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും സ്റ്റൈലിൽ. എൻ്റെ എഴുത്തിൽ ഞാൻ ചെയ്ത ഒരു കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കോമ വളരെ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കും. പോളീസ് ഇൻറ്റോർട്ടൺ എന്ന് പറഞ്ഞാല് കോമക്ക് പകരം സെന്റൻസുകളെ സംയോജിപ്പിക്കാൻ ആൻഡ് കൺജങ്ഷൻ ഉപയോഗിക്കും. പിന്നെ ആഡ്വർബ്, ക്രിയാവിശേഷണം തുടർച്ചയായിട്ട് ചേർക്കും. കാരണം ക്രിയാവിശേഷണം പലപ്പോഴും ക്രിയയുടെ കൃത്യമായിട്ടുള്ള വാക്കിന്റെ അറിവില്ലായ്മയാണ് ക്രിയാവിശേഷണത്തിൽ വന്നു ചേരുന്നത്. അപ്പം നിങ്ങൾക്ക് വിസ്പേർഡ് എന്നുള്ള വാക്ക്, അപ്പൊ മന്ത്രിച്ചു എന്നുള്ള വാക്ക് അറിയില്ലെങ്കിൽ ചെവിട്ടില് മെല്ലെ ചൊല്ലി എന്ന് പറയും. അപ്പൊ അത്രയും വലിയൊരു എപ്പോഴും നമ്മൾ വെർബ് വളരെ സ്ട്രോങ് ആയിരിക്കണം, വൊക്കാബുലറി. പിന്നെ ലാംഗ്വേജ് ജനറലി ഇറ്റ് ഹാസ് ടു ബി റിസോഴ്സ്ഫുൾ. അപ്പൊ ഞാൻ നേരത്തെ ഈ സജീവ് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അപ്പൊ സജീവിനായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഒരു ഭാഷയുടെ ഒരു മികവാണത്. ഈ നമ്മുടെ നാട്ടിലൊരു ഭാഷയുടെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടില് 1947 വരെ ഈ ഭാഷയിൽ എഴുതാനും വായിക്കാനും 95% ജനങ്ങൾക്കും അവകാശമില്ലാത്തൊരു സംസ്കാരം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഷക്ക് ഈ 2000 വർഷത്തോളം ആ അവകാശം ഉണ്ടായിരുന്ന ഭാഷയോട് മത്സരിക്കാനുള്ള ശേഷി കുറവുണ്ട്. അത് സാംസ്കാരികപരമായിട്ട് അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ക്ഷമത നമ്മളില്, ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ത്രാണി നമുക്ക് വേണമെന്നുള്ളതാണ് ഞാൻ. കാരണം ഭാഷ വളരണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഭാഷയിൽ. നിങ്ങളുടെ സിവിലൈസേഷൻ വലിയൊരു ജാതി വ്യവസ്ഥ നിർമ്മിച്ചെടുത്ത് 95% വരുന്ന ജനങ്ങൾക്കും എഴുതാനും വായിക്കാനുമുള്ള അവകാശം നിഷേധിച്ച് നിങ്ങൾക്ക് മറ്റു ഭാഷകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇംഗ്ലീഷ് ഹാസ് ബിക്കം എക്സ്ട്രീംലി റിസോഴ്സ്ഫുൾ. ആ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സജീവിനോട് പറഞ്ഞ മാതിരി ഇപ്പം ഈ മഴയെ തുടർച്ചയായിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിൽ ഇടിമിന്നലിനെ വർണ്ണിക്കണം. ഇടിമിന്നൽ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈച്ച് ടൈം when it happens you have to come up with another metaphor, another simile. അപ്പൊ ആ ഉപമ
തുടർച്ചയായിട്ട് നൽകാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നതും ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താ, ഒരു ഘട്ടത്തിന് ലൈറ്റ്നിങ്ങിനെ, ഇടിമിന്നലിനെ വിശേഷിപ്പിക്കാനുള്ള വാക്ക് കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ മറ്റേ റെറ്റിക്കുലേറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. ലൈറ്റ്നിങ് റാൻ വൈൽഡ് ആൻഡ് റെറ്റിക്കുലേറ്റ്. അപ്പൊ റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇലയുടെ താഴ്ഭാഗത്തുള്ള ഞരമ്പുകളുടെ ഘടനയാണ് റെറ്റിക്കുലേറ്റ്. ആ പാറ്റേണിനെയാണ് റെറ്റിക്കുലേറ്റ് എന്ന് പറയുന്നത്. അത്രത്തോളം സൂക്ഷ്മമായിട്ട് എല്ലാ ഐറ്റംസിനും, പ്രകൃതിയിലും മനുഷ്യന്റെ ചിന്തയിലും ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ട് വാക്കുകൾ നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇത് എഴുതിയെടുക്കുന്നതിൽ. അപ്പൊ ഈ ഒരു വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിക്ക് പകരം വളരെ അൺകൺവെൻഷണലും ഡെയറിംഗ് ആയിട്ടുള്ള, വളരെ ധൈര്യത്തോടു കൂടിയുള്ള ഒരു പ്രോ സ്റ്റൈല് ഡെവലപ്പ് ചെയ്യാൻ എഴുത്തുകാർ തയ്യാറാകണം. അത് ആ കപ്പാസിറ്റി വളർത്തിയെടുക്കണം. ആ കപ്പാസിറ്റി വളർത്തിയെടുക്കുന്നതിന് സങ്കീർണമായിട്ടുള്ള സൗന്ദര്യ ശാസ്ത്ര രീതികൾ ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിച്ച് അത് വളർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരം സൗന്ദര്യശാസ്ത്ര രീതികൾ ഉപയോഗിച്ചിട്ടുള്ള വളരെ നല്ല എഴുത്തുകാരെ നമുക്ക് വായിച്ച് അവരെ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കും. ഇപ്പം ജെയിംസ് ജോയ്സിന്റെ യുലീസസിന്റെ അവസാനത്തെ മൊണോലോഗ്, മൂളി ബ്ലൂമിന്റെ ഡയലോഗ് മൊണോലോഗ്, അത് അവര് കിടക്കുന്നിടത്തെന്നാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അവരുടെ ചിന്താധാരയാണ് എഴുതുന്നത്. അതിൽ ആകെ 4 കോമേ ഉള്ളൂ. അത് യാതൊരുവിധ പങ്ക്ച്വേഷനും ഇല്ല. അത് പക്ഷെ ലോക സാഹിത്യത്തിൽ ഏറ്റവും മികച്ച ഫൈനൽ പേജുകൾ എന്താണെന്ന് ചോദിച്ചാല് മോളി ബ്ലൂമിന്റെ മൊണോലോഗാണ്. ആ മോളി ബ്ലൂമിന്റെ മൊണോലോഗ് വായിച്ചിട്ടാണ് ഫോക്നർ ശരിക്കും സൗണ്ട് ആൻഡ് ഫ്യൂരി എഴുതുന്നത്. അപ്പൊ സൗണ്ട് ആൻഡ് ഫ്യൂറിയിൽ എഴുതുമ്പോൾ സൗണ്ട് ആൻഡ് ഫ്യൂറിയിൽ ആദ്യത്തെ ചാപ്റ്റർ 30 വയസ്സുള്ള ഒരു ബെഞ്ചി എന്ന് പറഞ്ഞൊരു പയ്യനാണ് നരേറ്റ് ചെയ്യുന്നത്. പക്ഷെ ബെഞ്ചിക്ക് 5 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ബുദ്ധിയുള്ളൂ. അപ്പൊ ഈ 30 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി 5 വയസ്സിന്റെ ബുദ്ധിയിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് ഫോക്നർ എഴുതി തരുന്നത് വരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ ഒരു ഇന്നോവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുകളിനെ ഇന്നോവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റും കപ്പാസിറ്റിയും റൈറ്റേഴ്സിന് ആവശ്യമാണ്. അപ്പൊ ഞാൻ തുടർച്ചയായിട്ട് കോമയെ എടുത്ത് കളയാൻ ശ്രമിക്കും, അഡ്വേർബ് തീരെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അഡ്ജക്റ്റീവ്സ് വളരെ സുലഭമായിട്ട് ഉപയോഗിക്കും. അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കോമ ഇടാറില്ല. സെമി കോളൺ ഉപയോഗിക്കത്തില്ല, ഒരൊറ്റ സെമി കോളൺ ഉപയോഗിക്കില്ല. എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കത്തില്ല. ഇതൊക്കെ എഴുത്തിൽ തന്നെ. അപ്പൊ അതേമാതിരി തന്നെ ഡയലോഗ് എഴുതുമ്പം ഹീ സെഡ് ഷീ സെഡ് എന്ന് തുടർച്ചയായിട്ട് പറയില്ല. നേരെ മറിച്ച് എഴുതുന്ന രീതിയിൽ നിന്നും സംസാര രീതിയിൽ നിന്നും തന്നെ വായനക്കാരനോ വായനക്കാരിക്കോ മനസ്സിലാക്കണം ഇതാരാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ക്ലാരിറ്റി എഴുത്തുകാരന് ആ ശേഷി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലാരിറ്റി റീഡറിലോട്ട് ഇമ്പാർട്ട് ചെയ്യാനും കഴിയും. ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്റെ നോവലിനകത്തുള്ള സത്യങ്ങള് ഡയലോഗ്സ് ആ ക്യാരക്ടർ പറയുന്നതാണ്, അതൊന്നും എടുത്ത് വാലിഡേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇപ്പോ സാറിന് തന്നെ അറിയാം താങ്കളുടെ ഈ നോവലിലെ പല ലൈൻസും കോട്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നോ വൺ ക്യാൻ റെസിസ്റ്റ് എ മോബ് എന്നൊക്കെ പറയുന്ന ആ ലൈൻസ് ഒക്കെ ഇപ്പൊ ശരിക്കും ഒരു കോട്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. സഹാർ റൂസ് കോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമില് പേജസ് ഒക്കെ തന്നെ ഉണ്ട്. ഉണ്ട്, അതായത് ഈ കോഡ്സ് മാത്രം വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു സത്യമല്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇദ്ദേഹം പറയുമ്പോഴാണ് എന്തോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റൈറ്റിംഗ് പ്രോസസ്സിൽ കൂടെ ചിസിൽ ചെയ്തെടുത്ത് റിഫൈൻ ചെയ്തെടുത്ത ഒരു നോവലാണ് ശരിക്കും ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം വായനക്കാർക്ക് ഇഷ്ടം വന്നത്. പക്ഷെ ഞാനിപ്പോ ശ്രദ്ധിക്കുന്നത്, ഞാൻ താങ്കളുടെ ഇംഗ്ലീഷ് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര നല്ല മലയാളമായിട്ട് എന്തുകൊണ്ടാണ് ഒരു മലയാളം നോവല് എഴുതണമെന്ന് വിചാരിക്കാത്തത് മലയാളത്തിൽ? അതുപോലെ ഇതൊരു ട്രാൻസ്ലേഷൻ വരികയാണെങ്കിൽ അത് താങ്കൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യോ? ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. മലയാളത്തില് ഇംഗ്ലീഷ് ഭാഷയാണ് എനിക്ക് ഇഷ്ടം അത് എഴുതാന്. സാഹിത്യം കൈവന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ്. സാഹിത്യം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം ഞാൻ വളരെ വൈകിയാണ് വായിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഈ 19-20 വയസ്സ് അത് തന്നെ ഞാൻ മറ്റ് സംസ്ഥാനത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലാണ് പഠിച്ചതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് അത് വന്നത്. പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ സാഹിത്യ ഭാഷ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ
സംസാരിക്കാൻ ഇഷ്ടം മലയാളമാണ്, എഴുതാൻ ഇഷ്ടം ഇംഗ്ലീഷ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്കാണ്. ഉമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉമ്മ ഈ പുസ്തകത്തിനെ എങ്ങനെ റിസീവ് ചെയ്തു, ഈ പുസ്തകം ഇറങ്ങിയപ്പോഴൊക്കെ ഉമ്മയുടെ പ്രതികരണം എന്താണെന്നും കൂടെ എനിക്ക് അറിയണമെന്നുണ്ട്. ഉമ്മ ഭയങ്കര അഭിമാനിച്ചോടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം നമ്മളോടുകൂടി സംസാരിച്ചതിന് വളരെയധികം സന്തോഷവും നന്ദിയും എല്ലാം രേഖപ്പെടുത്തുന്നു. നോവലുകളോ സിനിമകളോ സങ്കടം ഉളവാക്കുന്നതല്ല നല്ലത്, ചിരിപ്പിക്കുന്നതായിരിക്കുന്നതാണ് ഒരു ഉത്തമ സാഹിത്യം എന്നുള്ള രീതിയിൽ ഒരു പരാമർശം. എല്ലാ വികാരങ്ങളും മനുഷ്യ സഹജമല്ലേ. അത് നമ്മൾ ഒന്ന് കൂടുതൽ നല്ലതാണെന്നോ ആ രീതിയിൽ കമ്പയർ ചെയ്യുന്നതിനോട് ഉള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. ഇല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത് രീതി മാറിപ്പോയതാ. ഞാൻ പറഞ്ഞത് പൊതുവെ നമ്മളൊരു കോമൺ ട്രെൻഡ് എന്താന്ന് പറഞ്ഞാല് സിനിമകളിലൊക്കെയാണ് ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള സിനിമകൾ എടുത്തു നമ്മളെ കരയിപ്പിക്കുന്നതോ ദുഃഖിപ്പിക്കുന്നതോ എന്താണോ അതാണ് നല്ലതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്റെ സാഹിത്യത്തിലൊക്കെ നല്ല വിഷമുണ്ട്, നല്ല ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ദുഃഖം ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ് ചിരിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ദുഃഖം ഒരാളോട് നമുക്ക് ദുഃഖം അല്ലെങ്കിൽ വിഷമം തോന്നിപ്പിക്കാൻ, ആ വ്യക്തിയോട് സഹതാപം തോന്നിപ്പിക്കാൻ ഒരു കലാകാരനോ കലാകാരിക്കോ എളുപ്പമാണ്. കലാകാരനും കലാകാരിയും ഇത്തരം സഹതാപത്തെ എളുപ്പത്തിലുള്ള ഇത്തരം സഹതാപ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നതിന് പകരം വളരെ സങ്കീർണമായിട്ടുള്ള മനുഷ്യാവസ്ഥകളെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ആർജവം കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദുഃഖത്തിന് എതിരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയും സമൂഹം തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പണ്ട് 1 മുതൽ 4 വരെയൊക്കെ പഠിച്ച പഴയൊരു സഹറു ഉണ്ടാവും, അരീക്കോട് നിന്ന് ബാല്യം തുടങ്ങിയൊരു സഹറു. ഇപ്പോ സഹറു നിസൈബ കണ്ണനാരിയായി മാറുമ്പോ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നാട്ടിൻപുറത്ത് ഇരിക്കുമ്പോ അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളായിട്ടൊക്കെ ഇടപെടുമ്പോ എന്തെങ്കിലും ഒരു അകൽച്ചയോ അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ നമ്മുടെ ഈ മുഹമ്മദ് അബ്ബാസ് നമ്മളെ എഴുത്താറുണ്ടല്ലോ, അബ്ബാസ് അനുഭവങ്ങൾ എഴുതുന്നത്. ഞാൻ ചിലപ്പോൾ ചാപ്പനങ്ങാടി വഴി പാസ് ചെയ്യുമ്പോൾ അബ്ബാസ് അവിടെ മീൻ വിൽക്കുന്ന കടക്കാരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നൊക്കെ കാണാം. ഇനി മൂപ്പര അത്തരം ആ വ്യത്യാസം ഉണ്ടോ സമൂഹമായിട്ട് ഇടപെടുമ്പോ എന്നുള്ള ഒരു ചോദ്യം. ഒന്ന്, ഞാൻ സമൂഹമായിട്ട് വളരെ ഇടപാട് കുറവാണ്. ഈ പീടിയക്കും റേഷൻ പീടിയക്കൊക്കെ പറഞ്ഞേക്കുമ്പോഴാണ് ഞാൻ പോകാറുള്ളത്. പൊതുവെ കുറെ കാലമായിട്ട് ഈ പുസ്തകമായി എഴുത്തുമായതുകൊണ്ട് തന്നെ ഞാൻ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്, അതെനിക്കറിയാം. പിന്നെ ഈ ബുക്ക് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് ആൾക്കാരായിട്ട് കാണുന്നത്. പ്രത്യേകിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു എഴുത്തുകാരനായിട്ട് മാറി വിവരംപൂർ എൻ്റെ നാട്ടുകാർക്കൊന്നും അറിയില്ല എന്നെ കാര്യമാണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും ഏറ്റവും നല്ല ബന്ധമാണ്, അങ്ങനെ മാറേണ്ട സാഹചര്യമില്ല. പിന്നെ നമ്മള് ഈ സെലിബ്രിറ്റി അല്ലെന്നേ, ഞാനൊക്കെ പറഞ്ഞ സെലിബ്രിറ്റി തന്നെ ആക്കേണ്ടി വരും. മുകുന്ദേട്ടനും മാധവേട്ടനും സുധീറിനും അറിയാം, പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് പെട്ടെന്ന് അങ്ങനെ ഒരു ഗ്രാമങ്ങളിൽ അറിയപ്പെട്ടു പോകണമെന്നില്ല. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്നതിന്റെ ഒരു ഭാരം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ മലയാള സാഹിത്യത്തിലെ വലിയ ലെജൻഡറി റൈറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. And we are really proud to have your presence here. Thank you.